സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഹെർമോൺ കുന്നുകളിൽ നിന്ന് പിന്മാറില്ലെന്ന ഇസ്രായേലിൻ്റെ കടുത്ത തീരുമാനം. വരുന്ന ശൈത്യകാലത്ത് ഹെർമോൺ കുന്നിലെ സിറിയയുടെ അതിർത്തി പ്രദേശത്ത് ഇസ്രായേലി സേന നിലയുറപ്പിക്കും. വരും കാലത്ത് ഹെർമോൺ പർവ്വതത്തിൻ്റെ നിയന്ത്രണം ഇസ്രായേലി സേന തുടരുമെന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലേക്കും ഹെർമൺ പർവ്വതത്തിലേക്കും ഇസ്രായേലിൻ്റെ അധിനിവേശമുണ്ടായത്. ഹെർമൺ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന സിറിയയുടെ ബേസ് ക്യാമ്പിനെ ആട്ടിപ്പായിച്ച ശേഷമാണ്, പിടിച്ചെടുത്ത ശേഷമാണ് അവിടെ ഇസ്രായേൽ പതാക ഉയർത്തിയത്. ഹെർമൺ പർവ്വതം എന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടമാണ്. വരും കാലങ്ങളിൽ സിറിയയിലെ വിമത സേനയുടെ സൈനിക നീക്കങ്ങളെക്കുറിച്ചും സിറിയയിലെ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും കൃത്യമായ ആശങ്ക ഇസ്രായേലിനുണ്ട്. ഈ സാഹചര്യത്തിലാണ്, ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹെർമൺ കുന്നുകളുടെ നിയന്ത്രണം സിറിയയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഫ്രാൻസ് അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ സിറിയയുടെ പരമാധികാരത്തിലേക്ക് ഇസ്രായേൽ കടന്നു കയറരുതെന്ന് വ്യക്തമാക്കിയിരുന്നു. സിറിയയിൽ ഇസ്രായേൽ വൻതോതിലുള്ള അധിനിവേശം നടത്തുകയാണെന്ന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ വമ്പൻ ഭീഷണിയും ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം ഏറെ നിർണായകമാകുന്നത്. വരുന്ന ശൈത്യകാലത്ത് ഹെർമൺ കുന്നുകളിൽ, ഹെർമൺ പർവ്വതത്തിൽ സിറിയയുടെ ഭാഗത്ത് വൻതോതിൽ സൈനിക വിന്യാസം നടത്താനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. സ്ഥിരമായി ഹെർമൺ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പും സ്ഥാപിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. വൻതോതിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിലും ഹെർമൺ പർവ്വതത്തിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിലെ സൈനിക അട്ടിമറിക്ക് പിന്നാലെ തന്നെ അതിർത്തികളിൽ ശക്തമായ ജാഗ്രത ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വൻതോതിലുള്ള സൈന്യത്തെ വിന്യസിച്ചു, പീരങ്കിപ്പടയെ വിന്യസിച്ചു. വൻ ഗർത്തങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ എടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും സിറിയയിൽ നിന്നുള്ള ഒരു ഭീഷണി ഇസ്രായേലിലേക്ക് ഉണ്ടാകരുത്. ഇതായിരുന്നു ഇസ്രായേലി നടപടികളിലൂടെ ലക്ഷ്യം വെച്ചത്. അതിന് പിന്നാലെയാണ് നിരവധി വർഷങ്ങളായി സിറിയയുടെ കൈവശമിരിക്കുന്ന ഹെർമൺ പർവ്വതവും അതുപോലെ തന്നെ ഗോലാൻ കുന്നിന് സമീപമുള്ള ബഫർ സോണുകളും സിറിയ പിടിച്ചെടുത്തത്. ബഫർ സോണുകളും വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ബഫർ സോണുകളിൽ US സൈന്യത്തിൻ്റെ വിന്യാസവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേൽ അമേരിക്ക സംയുക്ത സൈനിക നീക്കമാണ് സിറിയയുടെ അതിർത്തികളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഗോലാൻ കുന്നുകളിലെ ഹെർമൺ പർവ്വതം. പശ്ചിമേഷ്യയിലെ ഏറെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റ നോട്ടത്തിൽ കവർ ചെയ്യാൻ കഴിയുന്ന പ്രദേശം എന്ന നിലയ്ക്കും ഏത് മേഖലകളിലേക്കുള്ള സൈനിക നീക്കത്തെയും കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഹെർമൺ പർവ്വതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പർവ്വതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വർഷങ്ങളായി ഇസ്രായേലും സിറിയയും തമ്മിൽ പരിശ്രമിക്കുന്നുണ്ട്. സിറിയയുടെ കയ്യിലാണ് 1974 മുതൽ ഹെർമൺ പർവ്വതത്തിൻ്റെ നിയന്ത്രണം. ആ നിയന്ത്രണമാണ് ഇപ്പോൾ ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നത്. കിലോമീറ്റർ കണക്കിന് ബഫർ സോണുകളും ഇസ്രായേലി സേന കൈപ്പിടിയിലൊതുക്കി. ഇതിനെതിരെ ഇറാനും തുർക്കിയും പരസ്യമായി കഴിഞ്ഞ ദിവസങ്ങൾ രംഗത്ത് വന്നിരുന്നു. സിറിയയിലെ ഭരണകൂട അട്ടിമറിയുടെ മറവിൽ ഇസ്രായേൽ വൻതോതിലുള്ള അധീശത്വം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാനും തുർക്കിയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായൊരു നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. ഹെർമൺ പർവ്വതത്തിൽ നിന്നും ഇസ്രായേലി സേന ഉടനൊന്നും പിന്മാറില്ല. ഹെർമൺ പർവ്വതത്തിലെ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം തുടരും. വരുന്ന ശൈത്യകാലത്ത് കൂടുതൽ സേനാ വിന്യാസം ഈ മേഖലകളിലേക്ക് നടത്തും. സിറിയയിലെ പുതിയ സർക്കാരിൻ്റെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. വിമതസേന അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുവെങ്കിൽ തന്നെയും വിമതസേന അസദ് ഭരണകൂടത്തെക്കാൾ ഇസ്രായേലിന് തലവേദന സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടൽ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അസദ് സർക്കാർ വീണതിന് തൊട്ട് പിന്നാലെ സിറിയയിലേക്ക് വൻതോതിലുള്ള ആക്രമണം ഇസ്രായേൽ സംഘടിപ്പിച്ചത്. ഏകദേശം 1800ഓളം എയർ സ്ട്രൈക്കുകളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. സിറിയയിലെ ആയുധ ശേഖരത്തിൻ്റെ 86% തകർത്തു കഴിഞ്ഞിരിക്കുന്നു. സിറിയയുടെ ഫൈറ്റർ ജെറ്റുകൾ 35 എണ്ണത്തിനെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തത്. അതുപോലെ 15 പടക്കപ്പലുകൾ, വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ ഛന്ന ഭിന്നമാക്കി, താറുമാറാക്കി. അങ്ങനെ സിറിയയുടെ ആയുധ ശേഖരത്തിൻ്റെ മുകളിൽ
വൻ പ്രഹരമാണ് ഇസ്രായേൽ ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇതാ അതിനു പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നിലെ ഹെർമൺ പർവ്വതം കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. ഹെർമൺ പർവ്വതത്തിലെ തങ്ങളുടെ സാന്നിധ്യം വിട്ടുകൊടുക്കില്ലെന്നും നിയന്ത്രണം തങ്ങൾക്ക് തന്നെയായിരിക്കുമെന്നും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരന്മാരെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ചൊൽപ്പടിക്ക് നിർത്തുകയാണ് ഇസ്രായേൽ. സിറിയയിലെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് വരാനിരിക്കുന്ന കാലത്ത് ഇറാനിലേക്കുള്ള ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ്. പ്രത്യേകിച്ച് സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ് ഇസ്രായേൽ തകർത്തത്. സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതായിരുന്നു. റഷ്യൻ നിർമ്മിതമായ S-300 അടക്കമുള്ള വ്യോമ പ്രതിരോധ ബാറ്ററികൾ ഉൾപ്പെടുന്നതായിരുന്നു ആ വ്യോമ പ്രതിരോധ സംവിധാനം. ആ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇസ്രായേൽ തകർത്തു. ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇനി സ്വതന്ത്രമായി ഒരു ഭയവുമില്ലാതെ സിറിയയുടെ ആകാശപാതയിലൂടെ ഇറാനിലേക്ക് പോകാം. ആ ആകാശപാത ഇനി യഥേഷ്ടം ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല. അങ്ങനെയെങ്കിൽ വളരെ വേഗം ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയും. ഇസ്രായേൽ നേരത്തെയൊന്നും ഇറാനെ ആക്രമിക്കുമ്പോൾ സിറിയയുടെ വ്യോമപാത ഉപയോഗിച്ചിരുന്നില്ല. ജോർദാൻ്റെ വ്യോമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അത്രത്തോളം ചുറ്റി വളയേണ്ട കാര്യമില്ല. വളരെ വേഗം സിറിയയുടെ വ്യോമപാതയിലൂടെ ഇറാനെ ആക്രമിച്ചിട്ട് തിരിച്ചു വരാമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് വരും കാലങ്ങളിലുള്ള പശ്ചിമേഷ്യയിലെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ. അതിൻ്റെ കൂടി ഭാഗമാണ് ഹെർമൺ പർവ്വതത്തിലെ അവരുടെ സാന്നിധ്യം. ഹെർമൺ പർവ്വതത്തിലെ തങ്ങളുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. അതിന് പിന്നാലെയാണ് നിരവധി വർഷങ്ങളായി സിറിയയുടെ കൈവശമിരിക്കുന്ന ഹെർമൺ പർവ്വതവും അതുപോലെ തന്നെ ഗോലാൻ കുന്നിന് സമീപമുള്ള ബഫർ സോണുകളും സിറിയ പിടിച്ചെടുത്തത്. ബഫർ സോണുകളും വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ബഫർ സോണുകളിൽ US സൈന്യത്തിൻ്റെ വിന്യാസവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേൽ അമേരിക്ക സംയുക്ത സൈനിക നീക്കമാണ് സിറിയയുടെ അതിർത്തികളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായൊരു മേഖലയാണ് ഗോലാൻ കുന്നുകളിലെ ഹെർമൺ പർവ്വതം. പശ്ചിമേഷ്യയിലെ ഏറെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റ നോട്ടത്തിൽ കവർ ചെയ്യാൻ കഴിയുന്ന പ്രദേശം എന്ന നിലയ്ക്കും ഏത് മേഖലകളിലേക്കുള്ള സൈനിക നീക്കത്തെയും കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഹെർമൺ പർവ്വതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പർവ്വതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വർഷങ്ങളായി ഇസ്രായേലും സിറിയയും തമ്മിൽ പരിശ്രമിക്കുന്നുണ്ട്. സിറിയയുടെ കയ്യിലാണ് 1974 മുതൽ ഹെർമൺ പർവ്വതത്തിൻ്റെ നിയന്ത്രണം. ആ നിയന്ത്രണമാണ് ഇപ്പോൾ ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നത്. കിലോമീറ്റർ കണക്കിന് ബഫർ സോണുകളും ഇസ്രായേലി സേന കൈപ്പിടിയിലൊതുക്കി. ഇതിനെതിരെ ഇറാനും തുർക്കിയും പരസ്യമായി കഴിഞ്ഞ ദിവസങ്ങൾ രംഗത്ത് വന്നിരുന്നു.